നമസ്കാരം. ഞാൻ അരൂർ മധുസൂദന പണിക്കർ, ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എങ്ങനെ ഒരു നല്ല ദാമ്പത്യം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു ദാമ്പത്യം തുടങ്ങുന്നത് ഒരു വിവാഹ പന്തലിൽ നിന്നാണ്. ആ വിവാഹ പന്തലിൽ സ്ത്രീയും പുരുഷൻ്റെയും കൈപിടിച്ച് പിതാവ് മകളെ വരനെ ഏൽപ്പിക്കുമ്പോൾ ചൊല്ലുന്ന ആ മന്ത്രം തൻ്റെ ജീവിതത്തിൽ എന്നും താങ്ങും തണലായിട്ട് നിൽക്കണമെന്ന് ഒരു പ്രതിജ്ഞയാണ് ഒരു ജീവിതത്തിലേക്ക് തുടക്കമിടുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം വിട്ടുവീഴ്ചകളിലൂടെ കടന്നു പോകുന്ന ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഇന്ന് ഒരുപാട് ഡിവോഴ്സുകളും ഒരുപാട് ശണ്ഠകളും വഴക്കുകളുമായി പോകുന്ന കുടുംബത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മുഖ്യ കാരണം പരസ്പരം മനസ്സിലാക്കാതെ പരസ്പരം വിട്ടുവീഴ്ചകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും മുലച്ചിലർ തട്ടും. അവിടെ വാശി, വൈരാഗ്യം എന്നിവ ഭാര്യയ്ക്കും ഭർത്താവിനുണ്ടാവും. രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നും ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നതെന്നും ആ കുടുംബത്തെ അധ്വാനിച്ച് വളർത്തി വലുതാക്കിയെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആരുടെയെങ്കിലും ഒരു ഭാഗത്തു നിന്നും അയാൾക്ക് വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ തുടർച്ചയായി ബഹളങ്ങളും അതുപോലെ ദുരിതശണ്ഠകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ദാമ്പത്യമില്ലാതായിത്തീരുന്നത്. ഇവിടെ ഒരു ദാമ്പത്യം തുടങ്ങുന്നത് തന്നെ വളരെ സന്തോഷകരമായിട്ടായിരിക്കും. ഒരു മധ്യകാലഘട്ടം കഴിയുമ്പോൾ ഈ സന്തോഷമൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും. കാരണം അന്നേരമാണ് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആ രണ്ട് ദമ്പതിമാരിലേക്ക് വന്നു ചേരുന്നത്. ആ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ അവർക്ക് ചിലപ്പോൾ വളരാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് വളരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കല്ലുകടി ആരംഭിക്കും, കലഹങ്ങൾ ഉണ്ടായി തുടങ്ങും. ഒരാൾ വിട്ടുവീഴ്ച മനോഭാവത്തും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കല്ലുകടി അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് എല്ലാവരും തുല്യ അവകാശികളാണ്, തുല്യശക്തികളാണ്, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഏതൊരു ഭാര്യയും ഭർത്താവും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ രംഗങ്ങളെ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അവരുടെ ദാമ്പത്യമൊക്കെ വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ വിവാഹ ദിനങ്ങളിൽ വളരെ സന്തോഷവും, മധ്യകാലഘട്ടത്തിൽ വളരെ സങ്കടവും, പിന്നീട് ശണ്ഠയും ചക്രാതിയുമായിട്ട് പോകുന്നത് ഈ മൂന്ന് കാലങ്ങളിലൂടെ കടന്നു പോകാൻ വളരെ പ്രയാസമാണ്. ഈ മൂന്ന് കാലങ്ങളെയും അതിജീവിച്ച് കടന്നു പോകുന്നവർ വാർദ്ധക്യത്തിലും അവർ വളരെ സന്തുഷ്ടമായ ദാമ്പത്യം നയിക്കുന്നവരായിരിക്കും. ഇന്ന് ദാമ്പത്യമെന്ന് പറയുന്നത് ഒരു വെറും കളിപ്പാവുകളുടെ കളികൾ മാത്രമായി തീർന്നിരിക്കുന്നു. ആരെയോ വലിക്കുന്നു, ആരെയോ നിയന്ത്രിക്കുന്നു, ആരെയോ കൊണ്ടുപോകുന്നു. ഇവിടെ ദാമ്പത്യമില്ല. കാരണം ഇന്ന് എല്ലാവർക്കും വരുമാനങ്ങളായി, വരുമാന സ്രോതസ്സുകളുണ്ട്, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവർക്ക് പഠിച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ താല്പര്യങ്ങളെ പരസ്പരം വിട്ടുവീഴ്ചകളിലൂടെ ഇല്ലാതെ പോകുമ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കപ്പെടേണ്ടതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം ആ ദാമ്പത്യം മുറിയുമ്പോൾ അവിടെ ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും ദാമ്പത്യം എന്ന് പറയുമ്പോഴൊക്കെ ഒരാളുടെയും ഇടപെടലുകളില്ലാതെ, ഒരാളുടെയും സംരക്ഷണമില്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ന് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും ജോലിയുള്ള അല്ലെങ്കിൽ തൊഴിലവസരമുള്ള ഒരു മേഖലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് ആരുടെയും സഹായമില്ലാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ അവർക്ക് എല്ലാവർക്കും സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന ആ സ്ത്രീകൾക്ക് ഒരു പുരുഷൻ്റെ കൂട്ട് വേണമെന്ന് നിർബന്ധമില്ലാതെ വരുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഒരു നല്ല ദാമ്പത്യമുള്ളവർക്ക്, നല്ല തൊഴിലുകൾ ഉള്ളവർക്ക് പോലും ഒരു കുടുംബത്തെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കും. ഇവിടെ വിട്ടുവീഴ്ച എന്ന ആ മനോഭാവം എപ്പോഴാണോ ഉദിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ജീവിതം ഒരു പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഒരു പുരുഷൻ പുറത്തു പോവുകയാണെങ്കിൽ അവൾ ചോദിക്കും, നീ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എപ്പോൾ വരും, പോയിട്ട് പെട്ടെന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അതൊരു സ്നേഹലാളിതം. ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ അവൾ പറയും,
ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്, നീ പോയിട്ട് വരും പെട്ടെന്ന് വരണം എന്ന് മാത്രം പറയുന്ന പുരുഷനും, എപ്പോഴാണ് നിങ്ങൾ വരുന്നത്, എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ദാമ്പത്യത്തിന് വിള്ളലുകൾ അല്ലെങ്കിൽ കലഹങ്ങൾക്ക് തുടക്കമാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാര്യയായാലും ഭർത്താവായാലും രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് കുടുംബങ്ങളിൽ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ ദാമ്പത്യ വിഷയങ്ങളിൽ കൈകടത്താതിരിക്കാൻ ശ്രമിക്കണം. അവർ അവരുടേതായ വഴികൾക്ക് വിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എല്ലാവരും കൂടി ചിന്തിച്ച് പഠിച്ച് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും അവർ നല്ല വഴികൾക്ക് നയിക്കപ്പെടാൻ മാത്രമേ കുടുംബങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. അല്ലാത്ത കുടുംബങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തിൽ തന്നെ അത് കലഹാദികളായിട്ട് തീരുന്നു. ഇതെല്ലാ രക്ഷകർത്താക്കൾക്കും ഒരു പാഠമായിരിക്കണം. നമ്മൾ ഇന്നത്തെ തലമുറയെ നേർക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ നല്ല തലമുറകൾ നല്ല ദാമ്പത്യം നയിക്കാൻ അവർക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.